ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി നമ്മൾ പുഞ്ചിരിക്കുക എന്നുള്ളത്, പുഞ്ചിരി ശരിക്കും ഒരു ദാനമാണ്, അതൊരു നന്മയാണ്. കാരണം നമുക്ക് പിന്നെ ഒരു ചെലവുമില്ലാതെ ഒരു മനുഷ്യനെ ചേർത്ത് പിടിക്കാൻ പറ്റുന്ന ഒരു സംഭവമാണ് പുഞ്ചിരി എന്നുള്ളത്. എൻ്റെ അനുഭവത്തിൽ ഞാൻ പിന്നെ ഏകദേശം ഒരു 6 മാസം മുമ്പ് നമ്മൾ കുറ്റിപ്പുറം താലൂക്ക് ഹോസ്പിറ്റലിൻ്റെ മുമ്പിൽ ഒരു 71 വയസ്സ് പ്രായമുള്ള ഒരു അമ്മ ഇരിക്കുകയാണ്. ഞാൻ കുറേ നേരം അവരെ വീക്ഷിച്ചും കൊണ്ടേ ഇരുന്നു. ഞാനൊരു 10-20 മിനിറ്റ് കഴിഞ്ഞേക്ക് അവരെ അമ്മൻ്റെ അടുത്ത് പോയി അമ്മനോട് ഒന്ന് ചിരിച്ച് അപ്പം എന്നോട് ഇരിക്കാൻ പറഞ്ഞ് അമ്മയുമായി സംസാരിച്ചു. ഏകദേശം 1.5 മണിക്കൂറായി ആ അമ്മ അവിടെ ഇരിക്കുന്നു. അതിൽ ഈ 1 മണിക്കൂർ 1.5 മണിക്കൂറിൻ്റെ ഇടയിൽ 200-250 പേരോളം അവരുടെ മുമ്പിലൂടെ പോയിരിക്കും. പക്ഷെ ഞാൻ അവരെ മുഖത്ത് നോക്കിയാൽ പുഞ്ചിരിച്ചതോടുകൂടി അവർക്ക് എന്നോട് എന്തോ പറയാനുണ്ടെന്ന് തോന്നി. അവരുമായിട്ട് ഞാൻ സംസാരിച്ചു. അപ്പോൾ രാവിലെ 9 മണിക്ക് ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ട്. ഏകദേശം ഒരു 12:30 മണിയായിരിക്കും. പക്ഷെ തിരിച്ചു പോവാൻ സ്വന്തം വീടും അറിയില്ലാത്ത ഒരവസ്ഥയിലാണ്. അപ്പോൾ അമ്മയായിട്ട് ഡീപ്പായിട്ട് സംസാരിച്ചേക്ക് അമ്മ ഏകദേശ സ്ഥലം പറഞ്ഞു വന്നു. അവരൊരു ഫോട്ടോ എടുത്തു. അവർ പറഞ്ഞ സ്ഥലത്തേക്ക് നമ്മൾ സുഹൃത്തിന് വിട്ടുകൊടുത്തേക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. പക്ഷെ ഞങ്ങൾ പിന്നെ തിരിച്ചറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇവിടുന്ന് ഒരു ഓട്ടോ വിളിച്ചിട്ട് അവരെ വീട്ടിലെത്തിച്ചു കൊടുക്കാൻ പറ്റും. എനിക്കതിൽ നിന്ന് തോന്നിയത് ആ സമയത്ത് അമ്മയുടെ മുഖത്ത് നോക്കി എനിക്ക് പുഞ്ചിരിക്കാൻ തോന്നിയത് ശരിക്കും അവരെ വീട്ടിലെത്തിക്കാൻ പറ്റി എന്നുള്ളൊരു ഇതാണ്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മളൊരു പുഞ്ചിരി ക്ഷമയോടുകൂടി കേൾക്കുകയും പുഞ്ചിരിയോടുകൂടി സ്വീകരിക്കാൻ കഴിഞ്ഞാൽ നമുക്കൊരു മനുഷ്യവനാവാൻ കഴിയുമെന്നുള്ളത് ഒരു സത്യമായ കാര്യമാണ്.